അപ്പം നമുക്ക് നാളത്തേക്കുള്ള രണ്ടാമത്തെ പാഠഭാഗത്തെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ പഠിക്കാം. അപ്പോൾ ഈ വർക്ക്ഷീറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കി പോകണം കേട്ടോ. നമുക്കിത് മഗധ ജനപദങ്ങളിൽ നിന്ന് മഹാജനപദങ്ങളായ ജനപദമായ മഗധ എങ്ങനെയാണ് പ്രബല ശക്തിയായത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഇതുണ്ടല്ലോ, അത് നമുക്കൊന്ന് നോക്കുമ്പോൾ. മഗധ ലോക ഭൂപടത്തിൽ മഗധയുടെ സ്ഥാനം ഒന്ന് നോട്ട് ചെയ്തേക്ക് കേട്ടോ. ഓക്കെ. അപ്പം മഗധയുടെ വളർച്ചയെ സഹായകമായ ഘടകങ്ങൾ എന്താണ്? ശക്തരായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും ആയിരിക്കണം. ഇരുമ്പിൻ്റെ സാന്നിധ്യം, അതുകൊണ്ട് തന്നെ അവർ ഇരുമ്പായുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ചു പുരോഗതിയിലെത്തിയത് നമ്മൾ പറഞ്ഞു. പിന്നെ ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലപുഷ്ടത അല്ലേ. പിന്നെന്താ? കാർഷിക മേഖലയിലും വാണിജ്യ മേഖലയിലും ഉണ്ടായ പുരോഗതി. ഇതൊക്കെയാണ് എന്തിന് കാരണമായി? മഗധ ഒരു മഹാനഗരമായി വരാനുള്ള കാരണം. ഓക്കെ. പിന്നെ ആ ഏരിയയിൽ മഗധയിലെ പ്രധാന ഭരണാധികാരികളെ മറക്കരുത്. ആരൊക്കെ? ബിംബിസാരൻ, അജാതശത്രു, പത്മാനന്ദൻ, ധനനന്ദൻ. പിന്നെ മൗര്യ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് BC 321 വർഷം. അതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം അല്ലേ. അതിൽ ശരി എന്നിപ്പോൾ മലയാളമൊക്കെ കണ്ടില്ലേ, ശരിയോ തെറ്റോ അല്ലെങ്കിൽ 1, 2, 3 ശരി എന്നൊക്കെ പറഞ്ഞ് വരാം. അപ്പം മഗധ എന്ന സാമ്രാജ്യം സ്ഥാപിച്ചത് 321 BC അല്ലേ. ആരാണപ്പോൾ മഗധ എന്ന സാമ്രാജ്യം സ്ഥാപിച്ചത്? ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ്. ആരെ തോൽപ്പിച്ചിട്ട്? ധനനന്ദനെ തോൽപ്പിച്ചല്ലേ. അതായത് മഗധയിലെ ഒരു ശക്തനായ ഭരണാധികാരിയുടെ പേര് നമ്മൾ പഠിച്ചിരുന്നു. ആരാണ്? അശോക ചക്രവർത്തി അല്ലേ. യെസ്. പിന്നെ ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ. നമ്മൾ 2-3 പേരൊക്കെ പഠിച്ചു. കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ എന്നൊക്കെ പറഞ്ഞല്ലേ. നമ്മൾ അതുപോലെ തന്നെ മൗര്യ സാമ്രാജ്യം വിസ്തൃതമാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ച രാജാവായിരുന്നു അശോകൻ. അതിൻ്റെ പിക്ചറാണ് കൊടുത്തത്. അപ്പോൾ ചോദിക്കാം ചിലപ്പോൾ, ഇതാരുടെ ഭരണകാലത്തെ പിക്ചറാണ്? അശോകൻ്റെയാണ്. കലിംഗ എന്ന സ്ഥലം കണ്ട രേഖപ്പെടുത്തിയിരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ഒന്ന് നോക്കി പോകട്ടോ.